ഹരിപ്പാട് കരുവാറ്റയിൽ 67കാരന്റെ അതിക്രൂര കൊലപാതകത്തിന് പിന്നിൽ ബന്ധുവായ 13കാരിയുടെ കൊട്ടേഷൻ. ആൺ സുഹൃത്തും 2 കൂട്ടുകാരും ചേർന്നാണ് അതിക്രൂര കൊലപാതകം നടത്തിയത്. ദൃശ്യം പെൺകുട്ടി തത്സമയം വീഡിയോ കോളിലൂടെ കണ്ടു. ശിവൻകുട്ടിയെ കൊന്ന് സ്വർണം മോഷ്ടിച്ച് പെൺകുട്ടിക്ക് ഐഫോണും സുഹൃത്തുക്കൾക്ക് ആഡംബര ബൈക്കും വാങ്ങാനായിരുന്നു പദ്ധതി. ഈ സുഹൃത്തുക്കളുമായിട്ട് ഈ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നു. അതുകൂടാതെ ഈ പെൺകുട്ടി ഇദ്ദേഹം ബാറ്റ് ടച്ച് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിൻ്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. വെന്റിലേഷൻ്റെ ഒരു സ്പേസ് ഉണ്ട്, അതിൽ കൂടെയാണ് അകത്തോട്ട് കയറുന്നതും പിന്നെ അവിടെ ഒരു സ്കഫിൾ ഉണ്ടാകുകയും ഇയാളെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. കൊലപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉടനെ തന്നെ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഈ ബോയ് ഫ്രണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മോഷണം ചെയ്തു കൊണ്ടുപോയ സ്വർണ്ണാഭരണങ്ങൾ ഇന്ന് റിക്കവറി ചെയ്തിട്ടുണ്ട്. മനീഷ് വഹിബാൽ നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. മനീഷ്, കൗമാരക്കാരുടെ ബുദ്ധിയിൽ ഇത്തരമൊരു കൊലപാതകത്തിനായുള്ള ആസൂത്രണം, അതിക്രൂരമായ കൊലപാതകം, ഞെട്ടലോടുകൂടിയാണ് കേരളം ഈ വാർത്തയൊക്കെ കേൾക്കുന്നത്. വിവരങ്ങൾ എന്താണ്? റോഷ്നി, കരുതിക്കൂട്ടി കൃത്യമായ പ്ലാനിങ്ങോടെ നടപ്പിലാക്കിയ കൊലപാതകം. ഈ കൊലപാതകത്തിൽ 13 വയസ്സുകാരിയായ കൊല്ലപ്പെട്ട ശിവൻകുട്ടിയുടെ അടുത്ത ബന്ധുവായ 13 വയസ്സുകാരിക്ക് അടുത്ത ബന്ധം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പോലീസിന് ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതാണ്. ഇവിടെ കൊലപാതകത്തിന്റെ കാരണം എന്തെന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് വ്യക്തമാക്കുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, ആഡംബര ജീവിതം നയിക്കുന്നതിന്റെ ഭാഗമായി പെൺകുട്ടിക്ക് ഐഫോണും ഒപ്പം തന്നെ ഈ തന്റെ ആൺ സുഹൃത്തിന് ബൈക്കും, ആഡംബര ബൈക്കും വേണമെന്നത് പോലീസിന്റെ ഭാവന മാത്രമല്ല, ഇവരുടെ ചാറ്റുകളിൽ നിന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയോട് ഈ വയോധികൻ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടി മോഷണം നടത്തി, ഒപ്പം തന്നെ മറ്റു സുഹൃത്തുക്കളെ കൂടെ കൂട്ടി ഈ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു, പിന്നീട് മോഷണ മുതൽ വിറ്റു അടക്കമുള്ള ചോദ്യങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് പൂർണ്ണമായി ഈ മൊഴി വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെങ്കിൽ കൂടി ഈ പെൺകുട്ടിയെ വീഡിയോ കോൾ മുഖാന്തരമാണ് കൊലപാതക ദൃശ്യങ്ങൾ പ്രതികൾ കാണിച്ചു കൊടുക്കുക. അത്രയും വലിയ വൈര്യം അടുത്ത ബന്ധു കൂടിയായ വയോധികങ്ങളുടെ എന്തുകൊണ്ട് ഈ പെൺകുട്ടിക്ക് തോന്നിയത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു വൈര്യം, ഒരു വൈരാഗ്യം പെൺകുട്ടിക്കുണ്ട്. അത് ഈ രീതിയിൽ ഒരു ബാഡ് ടച്ച് അടക്കം അല്ലെങ്കിൽ മോശം രീതിയിലുള്ള പെരുമാറ്റത്തിൽ പെൺകുട്ടിക്ക് തോന്നിയ വിരോധമാണോ എന്നത് പൂർണ്ണ തോതിൽ തന്നെ അറിയേണ്ടതുണ്ട്. എന്താണെങ്കിലും ഇപ്പോഴിതാ CWCക്ക് കീഴിലുള്ള ഒബ്സർവേഷൻ കേന്ദ്രത്തിലേക്ക് ഈ പ്രതികളെ മാറ്റിയിട്ടുണ്ട്. ഒരാൾ +1 വിദ്യാർത്ഥിയും, ഒരാൾ +2 വിദ്യാർത്ഥിയും, ഒരാൾ +1ൽ പഠിത്തം നിർത്തിയ ആളും, മറ്റൊന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 13 വയസ്സുകാരി കൂടിയാണ്. എന്താണെങ്കിലും ഇവർക്ക് ഈ കൊലപാതകത്തിൽ കൃത്യമായി പങ്കും ഒപ്പം തന്നെ മറ്റാർക്കും പങ്കില്ല എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഈ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി വ്യക്തമാകും. റോഷ്നി.